Hey guys, welcome back to channel. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടീനി ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മളുടെ ഗുമിഹോയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫോക്സിന്റെ വീട് തന്നെ പൊട്ടിപ്പോവുകയും ഒരു 9 ടൈൽഡ് ഫോക്സ് ആയിരുന്ന അവള് വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വേറെ ഏതോ ഒരു 9 ടൈൽഡ് ഫോക്സും കൂടി ജീവനോടെ ഉണ്ടെന്ന് അറിയുന്ന അവള് അതിനെ തപ്പിപ്പിടിച്ച് മല കയറാൻ പോകുമ്പോഴാണ് ഉറക്കത്തിൽ പെട്ടിട്ട് തന്നെ കൊല്ലാൻ കഴിയുന്ന ആ ഒരു കത്തി വെച്ചിട്ട് കങ്ങ് അവള് കുത്തുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് അവൾ ഞെട്ടി എണീക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം മാറിയിരിക്കുന്ന കണ്ടിട്ട് കങ്ങ് അവളുടെ അടുത്ത് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സ്വപ്നം കണ്ട കാര്യം അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല താനിപ്പോ ഒരു ഗുമിഹോ ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനി മുതൽ ഫ്യൂച്ചറൊന്നും കാണാനായിട്ട് സാധിക്കില്ലെന്നും സാധാരണ മനുഷ്യർ കാണുന്ന പോലെ അവളൊരു സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് വിചാരിച്ച് അവളിപ്പോ സ്വയം ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് പിറ്റേ ദിവസം വീണ്ടും മല കയറി മറ്റേ 9 ടൈൽഡ് ഫോക്സിനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുന്ന അവര് അവിടെയൊക്കെ സ്റ്റേക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും എവിടെയും കിട്ടാത്ത കാരണം കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ തന്നെ താമസിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്തൊക്കെയും അവൾ നേരത്തെ കണ്ട കങ്ങ് അവളെ കൊല്ലുന്ന ഒരു ഡ്രീം തന്നെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു മലയൊക്കെ കയറി ആകെ വയ്യാണ്ടിരുന്ന അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന കങ്ങ് ആകട്ടെ വളരെ കംഫർട്ടിംഗ് ആയിട്ട് അവളുടെ കാലിൽ ഓയിൽമെന്റ് ഒക്കെ തേച്ചു കൊടുത്തിട്ട് അവളെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഊൺഹോ എണീക്കുമ്പോൾ അടുത്ത് കങ്ങിനെ കാണാതെ അവള് പുറത്തേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോൾ അവൻ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് പുറത്തിരിക്കുന്നത് അവള് കാണുന്നുണ്ട്. താൻ ഇതിനു മുമ്പ് ഒരു ഫോക്സ് ആയിരുന്നുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്ത കാരണം കൊണ്ടും അവളും ആൽക്കഹോളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കങ്ങിനാകട്ടെ അവൻ വലിയൊരു ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ടും അവന്റെ ലൈഫിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉള്ളത് കാരണം കൊണ്ടും അവനിങ്ങനെ ആൽക്കഹോൾ ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് താനല്ലാണ്ട് വേറെ ഏതെങ്കിലും 9 ടൈൽഡ് ഫോക്സുകളെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് കങ്ങ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിന് മറുപടി ആയിട്ട് അവളുടെയും അവളുടെ ഒരു സിസ്റ്ററിന്റെ കഥയൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു മനുഷ്യനായതിനെ പിന്നെയാണ് തന്റെ സിസ്റ്ററിന് അങ്ങനെ മരിക്കേണ്ടി വന്നതെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും അങ്ങനെ മനുഷ്യനായിട്ട് മാറാൻ പോകുന്നില്ലെന്നും അവൾക്ക് തിരികെ ഒരു ഫോക്സിലേക്കും കങ്ങിന് പഴയ അവന്റെ ജീവിതത്തിലേക്കും തിരിച്ചു പോകുന്നതിനായിട്ടുള്ള ഒരു വഴി താൻ എന്തായാലും കണ്ടുപിടിക്കുന്നു അവളിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം രണ്ടുപേരും അത്യാവശ്യം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് തന്നെ മല കയറാനായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി അവിടെ വെച്ചിട്ട് മറ്റൊരു 9 ടൈൽഡ് ഫോക്സിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും പുറകിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അവര് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും എത്ര നടന്നിട്ടും ആ ഒരു ഫോക്സിനെ മാത്രം അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിനിടയിൽ അവളൊന്ന് വീഴാൻ പോകുന്ന സമയത്ത് കങ്ങാണ് അവളെ രക്ഷിക്കുന്നത്. അങ്ങനെ നേരം ഒരുപാട് കഴിഞ്ഞിട്ടും അവർക്ക് ആ ഒരു ഫോക്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് വഴി തെറ്റുന്ന കാരണം കൊണ്ട് അവർ ശരിക്കും ഒരു ഫോറസ്റ്റിൽ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയായിട്ട് തണുത്ത് വിറച്ച് ഇനി എന്ത് ചെയ്യുന്നറിയാണ്ട് അവർ വിഷമിച്ചിരിക്കെ തന്നെ കങ്ങാകട്ടെ സ്വന്തം കാര്യം പോലും നോക്കാണ്ട് ഊൺഹോനെ അത്രയും അധികം പ്രൊട്ടക്ട് ചെയ്തിട്ട് കെയർ ചെയ്തിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സമയത്ത് ഊൺഹോയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ആ ഒരു ഫോക്സ് എങ്ങാനും ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോന്നും അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം തങ്ങളിവിടെ ഇരിക്കുന്നത് മണ്ടത്തരമുള്ളതെന്നൊക്കെ വിചാരിച്ചിട്ട് റിസ്ക് എടുക്കാണ്ട് ആ ഒരു മൗണ്ടൈൻ ഇറങ്ങാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാപ്പ് പറന്നു പോകുന്നതും വീണ്ടും അവർക്ക് വഴി തെറ്റി കങ്ങപ്പ് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴുന്നതും. അങ്ങനെ വീണ നമ്മുടെ കങ്ങിന്റെ അടുത്തേക്ക് ഊൺഹോ ഓടി വന്നിട്ട് അവൻ ഓക്കെ അല്ലേന്ന് നോക്കുമ്പോൾ ഇപ്പതാ ഫോണിനും സിഗ്നൽ ഇല്ലാത്തത് കണ്ടിട്ട് ആകെ പെട്ട അവസ്ഥയിൽ അവരിയ്ക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിമന്റെ വോയിസ് അവര് കേൾക്കുന്നത്. നോക്കുമ്പോഴാകട്ടെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെങ്കൊച്ചിപ്പ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഊൺഹോ ആകെ ഷോക്ക്ഡ് ആയിട്ട് പോവാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു ഫോക്സിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് മാറി ഒരു മനുഷ്യനെ തന്നെ കല്യാണം കഴിച്ച് ഒടുവിൽ മരണപ്പെട്ട അവളുടെ സിസ്റ്ററിന്റെ അതേ മുഖം തന്നെയായിരുന്നു ഇപ്പൊ വന്ന ആ ഒരു ലേഡിക്കും. സോ ഇത് കണ്ട് ആദ്യം അവളൊന്ന് തെറ്റിദ്ധരിച്ച് നീ എന്റെ സിസ്റ്റർ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഇടയിൽ മുൻപരിചയം ഇല്ലാത്ത രീതിയിൽ ആ ഒരു ലേഡി സംസാരിക്കുന്നുണ്ട്. സോ ഇത് കേൾക്കുമ്പോൾ ഇത് തന്റെ സിസ്റ്റർ ഒന്നും അല്ലെന്നും അവളുടെ മുകളിലുള്ള ഡിവൈൻ ആയിട്ടുള്ള ദൈവങ്ങൾ അവൾക്കിട്ടൊരു പണി എന്ന രീതിയിൽ അവളുടെ ലൈഫിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന അവളുടെ ആ ഒരു ചേച്ചിയുടെ മുഖം തന്നെയുള്ള മറ്റൊരു ലേഡിയെ അങ്ങോട്ട് വിട്ടത് കണ്ടിട്ട് നീ ആരാണെന്ന് ഊൺഹോ ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ താനൊരു ഫോക്സ് ആണെന്ന് ആ ഒരു ലേഡി ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇതും കൂടി കൺഫേംഡ് ആവുമ്പോൾ ഇതെന്തായാലും ആ ദൈവങ്ങളുടെ തന്നെ പണിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. തന്നെ എന്തിനാണ് പെട്ടെന്ന് മനുഷ്യനാക്കിയെന്നും തന്റെ സിസ്റ്ററിന്റെ അതേ മുഖഛായുള്ളൊരു മറ്റൊരു പെണ്ണിനെ എന്തിനാണ് തന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതെന്നും ചോദിച്ച് അവൾ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് നേരം തന്നെ വളരെ കൈൻഡ് ആയിട്ടുള്ള നമ്മളുടെ മറ്റേ ഫോക്സ് ആകട്ടെ കങ്ങിന്റെ കാലിലുള്ള മുറിവൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കാല് ഓക്കെ ആയ കങ്ങ് നേരെ വന്ന് നമ്മുടെ ഊൺഹോനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന ഈ ഒരു ഫോക്സ് താമസിക്കുന്ന കേവിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു ഫോക്സ് ആകട്ടെ അവൾക്ക് പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ
മറ്റവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കങ്ങപ്പോ താൻ എന്തിനാണ് ഈ ഒരു രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് അവളെ കാണാനായിട്ട് ഈ ഒരു മൗണ്ടൈനിലേക്ക് വന്നേന്നുള്ള ഒരു കാര്യം ഈ ഒരു ഫോക്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ വൂസിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ അവന്റെ അപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഇരിക്കെ തന്നെ പെട്ടെന്ന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യുന്ന പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവരുടെ ഫേറ്റുകൾ മാറിയ സമയത്തുണ്ടായിരുന്ന അതേ ഒരു ചേഞ്ച് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ആ ഒരു വീട്ടിലുള്ള എല്ലാ ട്രോഫികളും ബുക്കുകളും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ട് കങ്ങ് തന്റെ സമ്മതമില്ലാണ്ട് ഫേറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ബൂസിയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആക്ച്വലി അത് തന്നെയായിരുന്നു നമ്മളുടെ കങ്ങ് ഇപ്പൊ ഈ വന്ന പുതിയ ഫോക്സിന്റെ അടുത്ത് പറഞ്ഞിരുന്നതെങ്കിലും എന്തുകൊണ്ടോ അവരുടെ രണ്ടുപേരുടെയും ഫേറ്റുകൾ ഇപ്രാവശ്യം മാറ്റാനായിട്ട് അവളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന നമ്മുടെ ഊൺഹോ ആകട്ടെ അവളെ കൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള ഫേറ്റുകൾ മാറ്റാനായിട്ട് സാധിക്കില്ലെന്നും കാരണം അവളുടെ കയ്യിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി വളരെ കുറവാണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഫോക്സ് ആകട്ടെ താൻ ആക്ച്വലി ഒരു 9 ടൈൽഡ് ഫോക്സ് അല്ലെന്നും പകരം 8 ടൈൽഡായിട്ടൊരു ഫോക്സ് ആണെന്നുള്ളൊരു കാര്യം അവരുടെ അടുത്ത് പറയുന്നത്. ആക്ച്വലി ഒരു 9 ടൈൽഡ് ഫോക്സിനെ വെച്ച് നോക്കുമ്പോൾ 8 ടൈൽഡിന് അത്രയും വലിയ പവേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫേറ്റുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് കങ്ങ് ചോദിക്കുമ്പോൾ ഒരു ഫോക്സ് ഒരുപാട് നാൾ ട്രെയിനിങ് ചെയ്തിട്ട് അങ്ങനെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു 9 ടൈൽഡ് ഫോക്സ് ആവുന്നതിനും അതിനുള്ള ട്രെയിനിങ് കുറഞ്ഞു വരുന്നതിനിടയിലാണ് 8 ടൈൽഡായിട്ടും 7 ടൈൽഡായിട്ടും അവർ മാറുന്നതെന്നുള്ള കാര്യം അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പം കണ്ട ഈ ഒരു 8 ടൈൽഡ് ഫോക്സിനെ ഒന്നുകൂടി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവൾക്കൊരു 9 ടൈൽഡ് ഫോക്സ് ആവാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊക്കെ കങ്ങിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് 8 ടൈൽഡ് ആയിട്ടുള്ളൊരു ഫോക്സ് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് താനൊരു 9 ടൈൽഡ് ഫോക്സ് ആണെന്നും ഇപ്പം തൽക്കാലത്തേക്ക് മനുഷ്യനായിട്ട് താമസിക്കുകയാണെന്നും ഊൺഹോ പറയുമ്പോൾ ആ ഒരു 8 ടൈൽഡ് ഫോക്സ് ആകട്ടെ അവളുടെ കൈ പിടിച്ചിട്ട് നിന്നെയാണ് ഞാൻ ഇത്ര നാൾ അന്വേഷിച്ചതെന്നും എന്നെ സഹായിക്കാനായിട്ട് ആരോ വരുമെന്ന് ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അത് നീ തന്നെയാണെന്നും അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം അവൾക്ക് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് ഊൺഹോ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും അവളൊരു മനുഷ്യനായി മാറിയതുപോലെ തന്നെയും ഒരു മനുഷ്യനാക്കി മാറ്റാൻ പറ്റുമെന്നും അവളിപ്പോൾ ഊൺഹോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെ മനുഷ്യനായത് കാരണം കൊണ്ടാണല്ലോ അവളുടെ സിസ്റ്ററിനെ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ വെക്കുന്ന ഊൺഹോ ആകട്ടെ തനിക്ക് ഇതിനൊന്നും സമയമില്ലെന്നും പറഞ്ഞ് അവിടെ അടുത്ത് ദേഷ്യപ്പെട്ട് തൻ്റെ കൺമുമ്പിൽ തന്നെ പോകാനായിട്ട് ആവശ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് നീ എന്തിനാണ് ആ ഒരു 8 ടൈൽഡ് ഫോക്സിനടുത്ത് ഇത്രയും റൂഡായിട്ട് പെരുമാറിയതെന്നൊക്കെ കങ്ങ് ആ ഒരു 9 ടൈൽഡ് ഫോക്സ് ആയിട്ടുള്ള നമ്മുടെ ഊൺഹോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കാകട്ടെ തനിക്കിപ്പോൾ തൻ്റെ കാര്യം തന്നെ നോക്കാനായിട്ട് സമയമില്ലെന്നും പിന്നീടാണ് ഇനിയൊരു 8 ടൈൽഡ് ഫോക്സിനെ ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞ് ഇപ്പം അവൻ്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ വണ്ടി പെട്രോൾ ഇല്ലാത്ത കാരണം ബ്രേക്ക് ഡൗൺ ആകുന്നത്. കങ്ങാകട്ടെ അവന്റെ വാലറ്റ് ഈ മല കയറുന്ന എവിടെയോ വെച്ചിട്ട് മിസ്സാക്കിയ കാരണം കൊണ്ട് പെട്രോൾ അടിക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ പോലും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവ പെരുവഴിയിൽ ഇറങ്ങിയിട്ട് നടക്കേണ്ടി വരുന്നുണ്ട് രണ്ടിനും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു വന്നിരിക്കുന്ന ലൈഫിൽ തൻ്റെ കയ്യിൽ ഇങ്ങനെ അധികം പൈസ ഇല്ലെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കങ്ങ് റിയലൈസ് ചെയ്യുന്നത്. ഇതേ നേരം തന്നെ അവൻ്റെ ഈ ഒരു വിഷ് ആദ്യം സറുന്ന സമയത്ത് ഊൺഹോയ്ക്ക് ഒരു വലിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും അതെവിടെയാണെന്നും ഇപ്പൊ കങ്ങ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഈ ദൈവങ്ങളുടെ കണ്ണിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവള് നോർത്ത് കൊറിയയിലുള്ള വലിയൊരു മലയുടെ മുകളിൽ ഒരു വീട് പണിതിട്ട് അതിനു ചുറ്റും ഒരു ബാരിയറും കെട്ടി അതിനകത്താണ് അവൾ അവളുടെ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. സോ ദൈവങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥലത്തേക്ക് വെറും മനുഷ്യനായിട്ടുള്ള ഇവർക്ക് എന്തായാലും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാവുന്ന അവർക്ക് ഇനി പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കങ്ങിന്റെ ആ ഒരു വാലറ്റ് തന്റെ കീഴിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു 8 ടൈൽഡ് ഫോക്സിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോൾ എന്തൊക്കെയോ കുറെ ശബ്ദങ്ങൾ കേട്ട് അവൾ നോക്കുമ്പോൾ അത് വേഗനാണെന്നും അവളെ കാണാൻ വന്നിരിക്കുന്നതാണെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും നമ്മളെ കാണിക്കുന്നത് എങ്ങനെയൊക്കെയോ ഒരു വണ്ടിയിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന നമ്മളുടെ കങ്ങിനെയും ഊൺഹോനിയുമാണ്. പക്ഷെ അവർക്ക് മുമ്പേ തന്നെ അവിടെ അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഊസിയോക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അവൻ അവരുടെ അടുത്ത് വന്നിട്ട് നീ നമ്മളുടെ ഫേറ്റുകളൊക്കെ മാറ്റാനായിട്ട് വീണ്ടും ട്രൈ ചെയ്ത കാര്യം തനിക്ക് മനസ്സിലായെന്നും പക്ഷെ തനിക്ക് ഒരു വീക്കും കൂടി സമയം തരണമെന്നും തൻ്റെ ഡ്രീമായിട്ടൊരു ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തനിക്ക് കുറച്ചും കൂടി സമയം തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പം തൻ്റെ ഒപ്പം ഉള്ളത് ഒരു ഗുമിഹോ ആയിട്ടുള്ള ഊൺഹോ അല്ലെന്നും അവള് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ളൊരു കാര്യമൊന്നും ഊസിയോക്കിന് അറിയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത് കേട്ട് പാവം തോന്നുന്ന കങ്ങാകട്ടെ ഊസിയോക്കിന് അങ്ങനെ ഒരു ചാൻസ് കൊടുത്ത് ഒരാഴ്ചയും കൂടി ഈ ഒരു ലൈഫ് മുമ്പോട്ട് നയിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഊസിയോക്കിനെ സമാധാനിപ്പിച്ച് വെക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് നമ്മളുടെ 8 ടൈൽഡ് ആയിട്ടുള്ള
ആയിട്ടുള്ളൊരു ഫോക്സ് അവിടേക്ക് വന്നിട്ട് നമ്മളുടെ ഊൺഹോനെ തിരികെ ഒരു 9 ടൈൽഡ് ഫോക്സ് ആക്കാനായിട്ടുള്ളൊരു വഴി താൻ കണ്ടുപിടിച്ചു എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നത്. സോ ഇത് കേൾക്കുന്ന വൂസിയോക്കിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ കങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന ഊൺഹോ പഴയതുപോലൊരു 9 ടൈൽഡ് ഫോക്സ് ഒന്നും അല്ലെന്നും അവിടെ ഒരു സാധാരണ മനുഷ്യനാണെന്നും അവൾക്ക് അങ്ങനെ പവേഴ്സ് ഒന്നും ഇല്ലെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഫേറ്റ്സ് ഒന്നും തിരിച്ച് റിവേഴ്സ് ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കില്ലെന്നും മനസ്സിലാക്കുന്ന വൂസിയോക്കിനെയും ഇത് കണ്ട് ആകെ അതിശയിച്ച് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുന്ന കങ്ങിനെയും ഊൺഹോനെയും ഇവരുടെ ഇടയിലേക്ക് പുതിയൊരു ക്യാരക്ടറായിട്ട് എൻട്രി ചെയ്തിരിക്കുന്ന 8 ടൈൽഡ് ആയിട്ടുള്ളൊരു ഫോക്സിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, എത്രയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും തൻ്റെ ഡ്രീം ലൈഫ് ഇന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ ഏതൊരാളും ഒത്തിരി സെൽഫിഷ് ആയി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ടല്ലേ. സോ എനിവേ, നമ്മുടെ കങ്ങിനെയും വൂസിയോക്കിനെയും ലൈഫിൽ ഇത് തന്നെയാണോ റിപ്പീറ്റ് ആവാന്നൊക്കെ ഇനിയുള്ള എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.